അസ്സലാമലൈക്കും. ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഓവണും കേക്ക് ടിന്നും ഒന്നുമില്ലാതെ എങ്ങനെയാണ് ഒരു ഹൗസ് കേക്ക് ഉണ്ടാക്കാമെന്നാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു 1 kg കേക്കാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടി ഒരു 5 മുട്ട ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വിനേഗർ, 1 ടീസ്പൂൺ വാനില എസൻസ് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പൊടിച്ചതാണെങ്കിൽ 1 കപ്പ് ചേർക്കണം. പിന്നെ ചെറിയ മുട്ട ആയതുകൊണ്ടാണ് 5 എണ്ണം ചേർത്തത്. വലിയ മുട്ടയാണെങ്കിൽ 4 എണ്ണം മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ യെല്ലോ കളറൊക്കെ മാറി നല്ല ലൈറ്റ് കളറായി വരും. ഇനി ഇത് ഇതുപോലെ നന്നായിട്ട് സ്റ്റിഫായി വരുമ്പോൾ 1/3 കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ലോ സ്പീഡിൽ ഒരു 1 മിനിറ്റും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി കുറച്ചായിട്ട് നമ്മളുടെ റെഡിയാക്കി വെച്ച ഫ്ലോർ ചേർത്തിട്ട് മെല്ലെ മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഫ്ലോറിൻ്റെ അളവൊക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. ഒരു 3 തവണ നന്നായിട്ട് തരിച്ചെടുത്ത ഫ്ലോറാണിത്. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ച പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് അത്രയൊന്നും കുഴിയില്ലാത്ത പാനാണ്, അതുകൊണ്ട് ചിലപ്പോൾ മുകളിലേക്ക് നല്ലോണം പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. ഇത് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് അതിലുള്ള എയർ ബബിൾസ് ഒക്കെ കളയണം. ഇതുപോലെ ഒരു തട്ട് താഴെ വെച്ച് ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കിയുള്ള സമയം ലോ ഫ്ലെയിമിലും വേണം ബേക്ക് ചെയ്തെടുക്കാൻ. ഇപ്പം 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പൊങ്ങി വന്ന് ഇതിൻ്റെ അടുപ്പിലൊക്കെ തട്ടി ചെറിയൊരു കുഴിയായിട്ടുണ്ട്. പക്ഷേ കേക്ക് നല്ല സോഫ്റ്റും സ്പോഞ്ചി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് 4 ലെയേഴ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ സ്ക്വയർ കേക്ക് ടിന്നിൽ ഹൗസ് കേക്ക് ഉണ്ടാക്കിയാൽ കുറച്ചും കൂടെ സിമ്പിളാണ്. അപ്പോൾ സ്ക്വയർ കേക്ക് ടിന്ന് ഇല്ലാത്തവർക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റും. ഇപ്പം 4 ലെയേഴ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ സ്ക്വയർ ആക്കി മാറ്റണം. ഇനി ഇതിൻ്റെ 4 സൈഡിൽ നിന്നും ഇതുപോലെ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതിനൊരു സ്ക്വയർ ആക്കി മാറ്റാം. ഈ പീസസ് ഒന്നും കഴിക്കുകയും കളയുകയും ഒന്നും ചെയ്യരുത്. ഇത് നമുക്ക് റൂഫ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള പീസസ് ആണ്. കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ആ കറക്റ്റ് സ്ക്വയർ ഷേപ്പ് കിട്ടില്ല. ഇപ്പം അത്ര കറക്റ്റ് അല്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ എങ്ങനെയാണ് ഞങ്ങൾ ഹൗസ് കേക്ക് ആക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ആദ്യം കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം തേച്ചിട്ട് ആദ്യത്തെ ലെയർ വെക്കണം. ഫസ്റ്റ് ലെയർ വെക്കുമ്പോൾ കുറച്ച് പുറകോട്ടാക്കി വെക്കണം, മുന്നിൽ കുറച്ച് മുറ്റം പോലെ ആക്കാനാണ്. ഇനി ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് നനച്ചിട്ട് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കണം. ഇനി ആ 4 ലെയറും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം.
ക്രീം വിപ്പ് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. വീഡിയോ കുറേ ലോങ് ആവുമെന്ന് വെച്ചിട്ടാണ് അതൊന്നും എടുക്കാത്തത്. ഇപ്പം ഞങ്ങൾ 4 ലെയറും വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസസ് കൊണ്ട് നമുക്ക് റൂഫ് ഉണ്ടാക്കി കൊടുക്കാം. ആദ്യം ഇതുപോലെ ഒരു 6 പീസാണ് നിരത്തി വെക്കുന്നത്. രണ്ട് ഭാഗത്തും കുറച്ച് സ്പേസ് വിടണം, എന്നാലേ ആ റൂഫിൻ്റെ ഷേപ്പ് കിട്ടുള്ളൂ. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം. ഇനി ഇതുപോലത്തെ 4 പീസാണ് വെക്കാൻ പോകുന്നത്. ഇനി അതിലും ക്രീം പുരട്ടിയതിന് ശേഷം അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അടുത്തത് 2 പീസ് മതി. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു പീസും കൂടെ വെച്ച് കൊടുക്കാം. ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ ബാക്കിയുള്ള പീസസ് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാം. സ്ക്വയർ കേക്കിൻ്റെ പീസസ് ആണെങ്കിൽ കുറച്ചും കൂടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇനി റൂഫിൻ്റെ 2 സൈഡും വാളിൻ്റെ അതേ നിരപ്പിലാക്കി പീസസ് വെച്ച് കൊടുക്കണം. ഇതുപോലെ അങ്ങ് വെച്ചു കൊടുക്കുക. ഇനി നമുക്കിതിനെ മുഴുവനായിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്യുമ്പോൾ ആ വീടിൻ്റെ ഒരു ഷേപ്പിൽ തന്നെ കോട്ട് ചെയ്യാൻ നോക്കുക. ഹോളുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ക്രീം നിറച്ച് അടച്ച് വൃത്തിയായിട്ട് ചെയ്യാം. ഇപ്പോൾ ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ വോൾ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അതിനു വേണ്ടി ഒരു നോർമൽ ഹോളുള്ള ഒരു നോസിലാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ കയ്യിലുള്ള ബ്ലാക്ക് കുറച്ച് വൈറ്റ് ക്രീമിൽ മിക്സ് ചെയ്തപ്പോൾ കിട്ടിയ കളറാണിത്. ഇനി ഇതുകൊണ്ട് ഇതുപോലെ ലൈൻസ് വരച്ചു കൊടുക്കുക. സെക്കൻഡ് കോട്ട് ചെയ്ത് ഫിനിഷ് ആക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. ഒരു കുഞ്ഞു വുഡൻ ഹട്ടിൻ്റെ രീതിയിലാണ് ഞങ്ങൾ ഈ വീടുണ്ടാക്കുന്നത്. ഏകദേശം ആ ഒരു രീതി വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആ ഒരു ലുക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ഞങ്ങളെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം.
ഇനി മുഴുവൻ വോളും നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം. എപ്പോഴും ഒരേപോലെ ചെയ്യുമ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യുന്നത് ഭയങ്കര രസമാണ്. അപ്പോൾ എപ്പോഴും ഒരുപോലെ കേക്ക് ഉണ്ടാക്കുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രസമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണിത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഞങ്ങളിത് അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല, ചിലപ്പോൾ ഞങ്ങളെക്കാളും ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്. ഇതുപോലെ ഈ മുൻഭാഗവും ബാക്ക് ഭാഗവും ഇല്ലേ, അത് ഇതുപോലെ റൂഫിൻ്റെ മുകളിൽ വരെ ചെയ്യണം. ഇനി നമുക്ക് റൂഫ് ഉണ്ടാക്കാം. അതിനു വേണ്ടി നമ്മൾ ഈ റോസ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു നോസിലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്ലാക്കും റെഡും മിക്സ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ ഒരു കളറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കളർ കൊണ്ട് ദാ ഈ കാണുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇതും സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ക്രീം മെൽറ്റ് ആവാതെ നോക്കണം. ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയാലും ആവശ്യമില്ലാത്ത സമയത്തൊക്കെ പറ്റുന്ന അത്രയും ഫ്രിഡ്ജിൽ വയ്ക്കാൻ ശ്രമിക്കുക. ഇനി അടുത്ത സൈഡ് ഇതുപോലെ തന്നെ ചെയ്യാം. ഈ കളറും നോസിലും ഇതൊക്കെ ഞങ്ങളുടെ ഐഡിയ വെച്ചിട്ട് ചെയ്തതാണ്. നിങ്ങൾക്കൊക്കെ പല പല ഐഡിയ ഉണ്ടാവുമല്ലോ, അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കളറും നോസിലൊക്കെ മാറ്റാം. അങ്ങനെ റൂഫും ഫിനിഷായി. ഇനി നമുക്ക് ഡോറും വിൻഡോസും ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇതിനും ഞങ്ങൾ ഈ സെയിം ക്രീമും നോസിലും ഒക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഈ വീടിൻ്റെ രണ്ട് സൈഡിലും കൂടെ വിൻഡോസ് ഉണ്ടാക്കി കൊടുക്കാം. ഇനി ഇതിനൊക്കെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് ക്രീം കൊണ്ട് ഞങ്ങൾ ഒന്ന് ഔട്ട്ലൈൻ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇനിയുള്ളത് അതിനൊരു കൊച്ചു മുറ്റം വേണം. അതിന് ഞങ്ങൾ ഗ്രീൻ കളർ ചേർത്തിട്ടുള്ള ക്രീമാണ് എടുക്കുന്നത്. സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ പുല്ലൊക്കെ വരയ്ക്കുന്നത്. അപ്പോൾ വീടിൻ്റെ ചുറ്റും നമുക്കിതുപോലെ പുല്ല് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹൗസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്ര പെർഫെക്റ്റ് ഒന്നും ഞങ്ങൾ വിചാരിച്ച പോലെയൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇനി ഫസ്റ്റ് ഉണ്ടാക്കുന്നതല്ലേ, ഇനി ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഒന്നും കൂടെ അടിപൊളിയാക്കാൻ ശ്രമിക്കാം.
നിങ്ങളുടെ നല്ലതോ ചീത്തതോ എന്തായാലും അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. കേക്കിൻ്റെ അങ്ങനത്തെ ബേക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനി ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായി കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.